ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. നിത്യം പദ പങ്കജം തൊഴുതു ഞാൻ കൃത്യങ്ങൾ ചെയ്തിടണം. ഭക്തിയായൻ ഭവനത്തിലെത്തും അവരെ പൂജിച്ചിടാൻ തോന്നണം. ഭക്തന്മാരോട് കൂട്ടുകൂടുവതിനൻ ചിത്തം കൊതിച്ചിടണം. മറ്റൊന്നും വരമായി വേണ്ട ഭഗവൻ മുറ്റും കനിഞ്ഞിടണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നമ്മളെവിടെ പറഞ്ഞു വെച്ചതാവോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ. അദ്ദേഹത്തിന് വേവലാതി ആർക്ക്? ജരാസന്ധന് ഇത്തിരി ഓളം വന്ന 2 കുട്ടികളല്ലേ എന്നാണ് പറയുന്നത്. അവരെ വധിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. അവരെന്തൊക്കെയാ ഗോമന്തത്തിന്റെ തടത്തിൽ വെച്ച് കളിച്ചത് എന്നൊക്കെ ഇങ്ങനെ തന്നെ ആത്മകഥം ചെയ്തുകൊണ്ട് ചെയ്യുന്നു. ഇനി അവരെ കൊന്നേ മതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞിടത്താണ് നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം എന്താ നമുക്കറിയണ്ടേ. കാലത്തിന്റെ ഗമനത്തിനനുസരിച്ചിട്ടാണ് പ്രതിബന്ധങ്ങൾ കൂടി വരുന്നത്. അത് കൂടി വരികയുള്ളൂ. ഭീഷ്മക രാജാവിന്റെ വാക്കുകൾ മനസ്സിൽ തുളിച്ചു നിൽക്കുന്നുണ്ട്. ആ ശബ്ദങ്ങൾ അദ്ദേഹത്തിന്റെ മാത്രമല്ല, പല രാജാക്കന്മാരുടെ മനസ്സിൽ മുളച്ചത് തന്നെയാണ്. അദ്ദേഹം ചോദിച്ചത് എത്ര വട്ടം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നു എനിക്ക്. പറയുന്നത് ജരാസന്ധൻ തന്നെത്താനേ പറയുന്നത്. ആത്മഗതം. കൃഷ്ണനും ബലരാമനും വെറും കുട്ടികളല്ലേ? അവരെ കൊല്ലുവാൻ നടക്കുന്ന നമ്മള് ലോകത്തിന്റെ മുമ്പിൽ വെറും പരിഹാസരാവുകയില്ലേ എന്നാണ് ചോദിച്ചത് ഭീഷ്മകൻ. പിന്മടങ്ങി വസിക്കുന്നതാണ് യോഗ്യം. എല്ലാ അർത്ഥത്തിലും ഭീഷ്മകന്റെ ചോദ്യം ശരിയാണ്. എല്ലാ അർത്ഥത്തിലും അത് ശരിയാണ്. വെറുതെ വേണ്ടാത്ത പണിക്ക് പോയിട്ട് വഷളാവുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ കുത്തിയിരിക്കുന്നതാണ് എന്നാണ് ഞാനും പറയുന്നത്. ഭീഷ്മകൻ മാത്രല്ല, ഞാനും അതാണ് നിങ്ങളോട് പറയുന്നത്. എന്താ വേണ്ടാത്ത പണിക്ക് പോണ്ട, ഉന്നോട് കളിക്കാൻ പോണ്ട കേട്ടോ. ഞാനും അത് തന്നെ പറയുന്നത്. രാജാക്കന്മാരല്ല അവർ. കാലുകളെ മേച്ച് നടന്ന് വെറും ഇടയിൽ കുട്ടികൾ ആണ് അവര്. വനവും തടവും കാട്ടുജാതിക്കാർ അവർക്ക് എന്നും പ്രിയങ്കരങ്ങളാണ്. പക്ഷേ അവർ വളർന്നാൽ എന്താ, നാളെ തന്റെ ചെങ്കോലിന് ഭീഷണിയായാൽ പീലി ചൂടി പടുവേടർ പോലവേ കാലിമേച്ച ചെറുപിള്ളരല്ലയോ ചെലിയെന്നയതു രാജധാനിതൻ മേലിരിപ്പതിരുരാജരത്നമായി. അങ്ങനെയാണ് പണ്ട് പീലിയൊക്കെ ചൂടി കാലിയൊക്കെ മേച്ച് നടന്നു. ഇപ്പോഴാ ഏതു രാജധാനിയില് ആരാ രാജരത്നങ്ങളായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് പാടില്ല, ഇത് പാടില്ല. എന്റെ ചെങ്കോലിന് ഭീഷണിയാവാൻ പാടേയില്ല. രാജരത്നം എന്തെങ്കിലും ആയിക്കോട്ടെ. കരുത്തുറ്റ യുവതലമുറ വാർത്തെടുക്കണം. ഇതൊന്ന് വെള്ളം വാർക്കുന്നെനിക്കാ കൂടുകൊണ്ട് വാർക്കുന്നതെനിക്ക് വാർത്തെടുക്കണം. തന്റെ ആജ്ഞാനുവർത്തികളുമായിരിക്കണം അവർ. ആഹാ, അത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും യോഗ്യൻ രുക്മിയാണ്. രുക്മിയോട് പറയാം. ശക്തിമാൻ തന്റെ ആജ്ഞാനുവർത്തി ആണ് രുക്മി. മധുര ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. മുമ്പും പിമ്പും നോക്കാത്തവന്റെ ശീലത്തെ പ്രയോജനപ്പെടുത്തണം. അവനൊന്നും മുമ്പിലും പിമ്പിലും നോക്കൂല. അങ്ങനത്തെ അഹങ്കാരി. അവനുമായി ഒരു ബന്ധം ഉറപ്പിക്കണം. അവൻ തന്റെ പൗത്രിയെ അവന് വിവാഹം ചെയ്തു കൊടുക്കണം. പൗത്രിയും പുത്രനും കുറെ ഉണ്ട് കേട്ടോ ഇയാൾക്ക്. ഇതൊന്നും ആരും അടി പറയുന്ന കേട്ടിട്ടില്ല. പുത്രന്മാരുടെ കാര്യവും പുത്രിമാരുടെ 2 പെൺകുട്ടികളുടെ കാര്യം കേട്ടില്ലോ. ആ ചിന്ത ജരാസന്ധനെ സന്തോഷിപ്പിച്ചു. പോരെ, സന്തോഷമായി. ദൂതന്മാരെ ക്ഷണത്തിൽ രുക്മിയെ വരുത്തി ഉചിതമായ പീഠം നൽകിയിരുത്തി. ഇരിക്കണം സുഹൃത്തെ പറഞ്ഞു. ഇരുന്നു. തന്റെ മനസ്സിലുണർന്ന ആശയങ്ങൾ അവതരിപ്പിച്ചു. വിവേകം ലേശവും മേശിയിട്ടില്ലാത്ത രുക്മി. ഒറ്റൊരു ലേശം വിവേകം എന്ന് പറയുന്നത്
അപ്പോൾ പോയ വഴിയിലൂടെ പോയില്ല. വിവേകം പോയ വഴിയിലൂടെ ഓൻ യാത്ര ചെയ്തിട്ടില്ല. എന്നല്ല കുറച്ചതിൻ്റെ മണെങ്കിലും കിട്ടൂലോ, അതുമില്ല. എല്ലാം തല ആട്ടിയിട്ട് സമ്മതിച്ചു. ജരാസന്ധൻ മറ്റൊരു കാര്യം കൂടി രുക്മിണിയുടെ സവിധത്തിൽ അവതരിപ്പിച്ചു. എന്താ അത്? ഗംഗാ സമതലത്തിൽ വളർന്നു വരുന്ന മറ്റൊരു ശക്തനായ യുവാവാണ് ശിശുപാലൻ. കൃഷ്ണന്റെ ബന്ധുവാണ് മച്ചുനൻ. എന്നാൽ കേശവന്റെ കർമ്മങ്ങളോട് എപ്പോഴും അമർഷം കൊള്ളുന്നവനാണ് അവൻ. അവനെ നാം വശത്താക്കണം. അതിനൊരു മാർഗമേ ഉള്ളൂ. നിന്റെ സഹോദരിയെ രുക്മിണിയെ അയ്യടാനമേ ശിശുപാലന് വിവാഹം ചെയ്ത് കൊടുക്കണം. ഇവിടുന്നാണ് ഇത് പൊട്ടിമുളച്ചതല്ലേ ഈ വേണ്ടാത്ത വിചാരം. കണക്കായി പോയി. അങ്ങോട്ട് പോയാൽ മതി കേട്ടാ. എന്താ നിന്റെ മനസ്സിൽ ഉണരുന്നത്? ഞാൻ പറയുന്നത് ശരിയല്ലേ? സമ്മതമാണെങ്കിൽ മാത്രം കൈവയ്ക്കാൽ മതി. എന്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ജരാസന്ധൻ പറയുന്നതിന് മുമ്പേ കൈവക്കി രുക്മിണി. ജരാസന്ധന്റെ വാക്കുകൾ രുക്മിണിയുടെ മനസ്സിൽ ആശയുടെ പുത്തൻ നാമ്പുകൾ ഉയർത്തി. ഒരു നടക്കുന്ന കാര്യം തന്നെ നോക്കാം വെച്ചു. ജരാസന്ധന് ശേഷം മാഗധത്തിലെ അധിപൻ താൻ തന്നെ. വാസുദേവനെ അമർച്ച ചെയ്യുവാൻ ഏറ്റവും യോഗ്യൻ താൻ തന്നെ. അല്ല, ശിശുപാലൻ തന്നെയാണ്. ശിശുപാലനാണ് അതിന് യോഗ്യൻ. ആരാ? ഭഗവാൻ അമർച്ച ചെയ്യുവാൻ. പോയാ മതി അങ്ങോട്ട്. കൃഷ്ണന്റെ മരുമകനല്ല, അച്ഛനൻ. അച്ചമ്പങ്ങളെ മോനെങ്ങനെ മരുമകനാകുക? അമ്മാവനെ കൊന്നവനാണല്ലോ കേശവൻ. ശിശുപാലൻ അമ്മാവനെ വകവരുത്തിയാൽ ജനങ്ങൾ സന്തോഷിക്കുക മാത്രമേ ഉള്ളൂ. വെട്ടിത്തം പറയല്ലടോ, അമ്മാവനല്ല കേട്ടോ, അമ്മാവന്റെ മകനാണ്. പകരത്തിന് പകരമായിരുന്ന നീതിശാസ്ത്രവുമാകാം. രുക്മിണി എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഞെട്ടിപ്പോയി ചിന്തകളിൽ നിന്നും. അങ്ങയുടെ വാക്കുകൾ ശ്രേഷ്ഠങ്ങൾ തന്നെയാണ്. ആ വാക്കുകളിൽ ഭാവി നിഴലിക്കുന്നുണ്ട്. അങ്ങയുടെ അഭിമതം പോലാകുന്നതിൽ എനിക്ക് വിരോധവുമില്ല എന്ന് പറഞ്ഞു. രുക്മിണിയുടെ വിവാഹക്കാര്യം രുക്മിയിൽ നിന്നും കൊട്ടാരത്തിലെ പലരും അറിഞ്ഞു. ജരാസന്ധന്റെ പൗത്രിയെ രുക്മി വിവാഹം ചെയ്യുന്നതായി സുവ്രത അറിഞ്ഞു. രുക്മിണിയും സുവ്രതയും ദുഃഖിച്ചു. സുവ്രത ഈ ജന്തുവിന്റെ ഭാര്യ. സുവ്രത എന്ത് ചെയ്യും? രുക്മിയുടെ കോപത്തിന് മുമ്പിൽ അവൾ നിരാലംബയാണ്. വിവാഹത്തിന് ശേഷം സുവ്രത സുഖം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. പേര് മാത്രമേ ഉള്ളൂ. സുന്ദരമായ വ്രതം എടുക്കുന്നവൾ സുവ്രത. രുക്മി സ്നേഹത്തോടെ പെരുമാറുന്ന നിമിഷങ്ങളില്ല. എങ്കിലും വിശ്വസ്തയായ ഒരു ഭാര്യയായി സുവ്രത കഴിഞ്ഞു. അപ്പോഴാണ് രുക്മിയുടെ പുതിയ വിവാഹകാര്യം സുവ്രതയുടെ ശിരസിൽ വെള്ളിയടിയായി പതിക്കുന്നത്. രുക്മിണിയും സുവ്രതയും ഏകാന്തതയിലേക്ക് കൂടുതൽ മടങ്ങി. വേദനയുടെ ഗർഭഗൃഹത്തിൽ അവർ ഒന്നായി. കാത്തുമാരി ദിവസങ്ങൾ അങ്ങനെ കൊഴിഞ്ഞു വീണോണ്ടിരുന്നു. ദിവസങ്ങൾ ആർക്ക് വേണ്ടിയും ഒക്കൂലല്ലോ, അത് അതിന്റെ സമയമാകുമ്പോ പോകും. അത് കൊഴിഞ്ഞു വീണോണ്ടിരുന്നു. ഒരു ദിവസം അന്തഃപുരത്തിലേക്ക് രുക്മിണി ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നു വന്നു. സുവ്രതയുടെ നികടത്തിലെത്തിയപ്പോഴേക്കും അവൾ തളർന്നു പോയി. സുവ്രത താങ്ങിയിട്ടില്ലെങ്കിൽ കൊഴിഞ്ഞു വീണേന്നെ. സുവ്രത ഉദ്യോഗത്തോട് ചോദിച്ചു, രുക്മിണി എന്താ ഇത്? എന്താ പറ്റിയ എനക്ക്? ജ്യേഷ്ഠത്തി, നമ്മൾ കേട്ടതെല്ലാം ശരിയാണ്. ജരാസന്ധ മഹാരാജാവിന്റെ പൗത്രി ഈ കൊട്ടാരത്തിൽ രാജ്ഞിയാവാൻ വരുന്നു. എന്നെ ശിശുപാലന് നൽകുവാനും പോകുന്നു. സുവ്രത ഒരു നിമിഷം നിശബ്ദയായി. ഒന്നും എന്താ സംസാരിക്കണ്ടെന്ന് അറിയാണ്ടായിപ്പോയി. പാവം കുട്ടിയാണ് സുവ്രത. തന്റെ സ്ഥാനത്തേക്ക് മറ്റൊരു യുവതി കൂടി. നിശബ്ദയായിരുന്ന സുവ്രതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സപത്നിയായി വരുന്നുള്ള സുവ്രത മനസ്സിൽ കണ്ടു. തന്റെ ഭർത്താവിന്റെ അതിമോഹം എവിടെ വരെ എത്തിയിരിക്കുന്നു എന്നവൾ മനസ്സിൽ കണ്ടു. അതുമാത്രമല്ല, ചക്രവർത്തിയുടെ പൗത്രിയെ പരിണയിച്ച് ചക്രവർത്തിയാകുവാൻ തന്റെ ഭർത്താവ് കൊതിക്കുന്നു. അത് മനസ്സിലാക്കിയവള്. ആ സമയം എന്തോ ചിന്തിച്ചുറച്ചിട്ടെന്ന പോലെ രുക്മിണി പറഞ്ഞു, ഇല്ല, ഞാൻ അതിന് സമ്മതിക്കുകയില്ല. എന്റെ നാത്തൂനായി മറ്റൊരുവൾ കൂടി വരുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇത് നല്ല ഏട്ടത്തിയമ്മയെന്ന്, നല്ല ഇഷ്ടമാണ് രണ്ടുപേരും. എൻ്റെ അടുത്തിന് വേറൊരുത്തിനെ ഞാൻ സമ്മതിക്കൂല. ഈ പാവം കുട്ടിയുടെ സമ്മതമായിരിക്കും വേണ്ടത്. അത് അറിയണ്ടേ? അതറിയുന്നില്ല. സുഹൃത്ത് സന്ദേഹത്തോട് ചോദിച്ചു, അവലകളല്ലേ നമ്മള്? പുരുഷന്മാരുടെ കർമ്മങ്ങളിൽ ഇടപെട്ട് അതിനെ തടയുവാൻ നമുക്ക് എങ്ങനെ കഴിയും? എല്ലാം ആഗ്രഹം മാത്രം. നമ്മുടെ അഭിമതങ്ങൾ കാനൽ മരീചിക പോലെയാണ്. അടുക്കും തോറും അകലും. ഒരിക്കലും നമുക്ക് ലഭിക്കുകയില്ല. മരീചിക പറഞ്ഞാല് കുറച്ചു
ഇപ്പം എനിക്ക് പോയിട്ട് ശീലമൊന്നുമില്ലെങ്കിൽ പറയാം. ഈ മരുഭൂമിയിലെ ഇങ്ങനെ പോകുമ്പോൾ ദൂരത്ത് വെള്ളം ഉണ്ടെന്ന് തോന്നും, എൻ്റെ അടുത്തത്ത് പച്ചപ്പുല്ലുണ്ടെന്ന്, അടുത്തെത്തുമ്പോഴത്തേക്ക് ഒന്നും ഉണ്ടാവില്ല, അത് പിന്നെ അകന്നകന്ന് പോകും എന്ന് പറഞ്ഞതുപോലെ നമുക്കൊന്നും ആവില്ല കുട്ടീന്ന് ആര് പറഞ്ഞു? ജ്യേഷ്ഠത്തിയമ്മ പറഞ്ഞു. രുക്മിണി ദൃഢമായിട്ട് തന്നെ പറഞ്ഞു. രുക്മിണിക്ക് എൻ്റെ വിവാഹമാണ് ആദ്യം നടക്കുക. ജ്യേഷ്ഠൻ ശിശുപാലനുമായി ആലോചിക്കുക, നാളെ തന്നെ പോവുകയാണത്രേ. ജ്യേഷ്ഠത്തെ അല്പവും സംശയിക്ക വേണ്ട, ആ വിവാഹം നടക്കുകയില്ല. എൻ്റെ ബാന്ധവം നടന്നില്ലെങ്കിൽ ജരാസന്ധ മഹാരാജുവിൻ്റെ പൗത്രി ഇവിടെ വരികയുമില്ലല്ലോ. അതാണ് ഞാൻ കണ്ട കാര്യം. സുബ്രത സന്ദേഹത്തോട് ചോദിച്ചു, എന്താ രുക്മിണി പറയുന്നത്? എനിക്ക് ഭയമാകുന്നുല്ലോ നിന്റെ വർത്താനം, സംസാര ശൈലി കേട്ടിട്ട്. ശിശുപാലനുമായുള്ള ബന്ധം നിനക്ക് താല്പര്യമില്ലേ? അവൾ മറ്റൊരു ലോകത്തിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു. ആ വഴിയിൽ വെച്ചാണ് സുബ്രതയുടെ വാക്കുകൾ ശ്രവിച്ചത്. അസ്പഷ്ടമായി രുക്മിണി പറഞ്ഞു, എനിക്ക് ആ ബന്ധം വേണ്ട. അവളുടെ ഹൃദയവേദിയിൽ അമ്പാടിക്കണ്ണൻ മുരളിയൂതി നൃത്തം ചെയ്യുകയായിരുന്നു. ഇന്ദ്രനീലവർണ്ണൻ മനസ്സിൽ പുഞ്ചിരിച്ചു, തനതങ്ങളിൽ കോർമേർ കോരിയിട്ടു. പീതാംബരന്റെ മധുരോദാര രൂപം മനസ്സിൽ തിടമ്പായി നിന്നു. പക്ഷേ എങ്ങനെ ഗോവിന്ദൻ ഒരിക്കൽ കൂടെ കാണും അതവൾക്ക് അറിയുവാൻ വയ്യ. പക്ഷേ ഒന്ന് അവൾ ഉറച്ചു വിശ്വസിക്കുന്നു, തന്നെ മാധവൻ പരിണയിക്കും. അങ്ങനെ ഒരു ധൈര്യം ആ കുട്ടിക്കുണ്ട്. രുക്മിണിയുടെ മനസ്സിലെ അലങ്കോലപ്പെടുത്തുവാൻ സുബ്രത ഒരുങ്ങിയില്ല. അവന്റെ മനോരാജ്യം കാണട്ടെ പാവം എന്ന് വിചാരിച്ചിട്ട് സുബ്രത മിണ്ടാതിരുന്നു. ഒരു ഫോട്ടോ തീർത്ത് ചിന്തയുടെ വാൽമീകത്തിൽ വർത്തിച്ചു. ചിന്തയായി സുബ്രതക്ക് പാവം. ഇനിയിപ്പോ നമ്മൾ എന്താ പറയാ, ഏട്ടന്റെ വിവാഹമല്ല ആദ്യം നടക്കേണ്ടത്, ദലഭദ്ര സ്വാമിയുടെ. ആ ഭാഗത്തേക്കാണ് നമ്മളൊന്ന് എത്തി നോക്കാൻ പോകുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. ചിന്താചഞ്ചലനായൊരാൾക്കു ഭഗവൻ നാമങ്ങളോതിയിടവേ ചാഞ്ചല്യങ്ങളകന്നു ബുദ്ധി തെളിവായി നിൽക്കുന്നിതത്യത്ഭുതം. എപ്പോഴും മനതാരിൽ നിന്റെ കമനീയാംഗം സ്മരിച്ചിടവേ മിഥ്യാബോധമകന്നു ചിത്തമതിൽ നീ എത്തുന്നു സുസ്മേരനായി. അങ്ങനെയാണ് ഉണ്ണിയുടെ കഥ. ആ ചിന്ത തന്നെ ഉണ്ടായാല് അപ്പം ഹൃദയത്തിൽ കയറിയിരിക്കും. അതാണിപ്പം രുക്മിണിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ബലരാമന്റെ അടുത്തേക്ക് പോയാലോ? ശിഷ്യന്മാരോടൊപ്പം വന്നെത്തിയ ഗർഗാചാര്യനെ വസുദേവർ ആഹ്ലാദത്തോടെ സ്വീകരിച്ചു. മഹർഷി ഏറെ ദിവസങ്ങളായി തീർത്ഥാടനത്തിലായിരുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെയൊക്കെ. വസുദേവരാചാര്യന് ഉചിതമായ പീഠം നൽകി തറയിൽ വിരിച്ചിട്ട പുലിത്തോല് ശിഷ്യന്മാർ ഉപവിഷ്ടരായി. വസുദേവരുമൊത്ത ആചാര്യൻ കുശല പ്രശ്നങ്ങളിൽ മുഴുകി. തീർത്ഥകേന്ദ്രങ്ങളിൽ വെച്ച് തന്നെ ജരാസന്ധ ചക്രവർത്തിയും മാധവനുമായുള്ള പോരാട്ടങ്ങൾ മഹർഷി അറിഞ്ഞിരുന്നു. കേശവനെ കാണുവാനും അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനാണ്, അനുഗ്രഹം കൊടുക്കാനല്ല, അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനാണ് ആചാര്യൻ എത്തിയിരിക്കുന്നത്. അച്യുതനിലും വലിയ ആചാര്യൻ ആരാണ്? അതന്നെ ആധ്യാത്മികതയുടെ ആദ്യ കാണ്ഡമാണ് സംസർദി മുന്നിൽ നിൽക്കുന്നെന്ന് ഗർഗന് നല്ല ബോധ്യമാണ്. എല്ലാത്തിൻ്റെയും തലപ്പത്തിരിക്കുന്ന ആള് ആ മാധവൻ തന്നെയെന്ന് ഗർഗാചാര്യന് അറിയാം. പുഞ്ചിരി തഞ്ചുന്ന മുഖവുമായി കണ്ണൻ മഹർഷിയുടെ സമീപം എത്തി. ദൈവീകമായ ആഹ്ലാദം പൂർണ്ണരൂപത്തിൽ സമീപിച്ച് എങ്ങനെ ഇരിക്കും? അതിനെ സ്വീകരിക്കുവാൻ വെമ്പുന്ന ഒരാളുടെ ഭാവത്തോടെ ഗർഗൻ കേശവനെ അരികിൽ ചേർത്ത് നിർത്തി. അനശ്വര ഭാവത്തോടെ ഗോവിന്ദനെ നോക്കിക്കണ്ടു ഗർഗാചാര്യൻ. ഇങ്ങനെ സാക്ഷാൽ ഈശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ട് വീക്ഷ താപസവരൻ. അതാണ് ഇവിടെ. ആചാര്യന്റെ ഇരു കവിളിലൂടെ ആനന്ദധാര ഒഴുകി 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 ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. തോപം മറന്ന് ശോകം പോയി ഹർഷോന്മീലിതനായി ഗർഗൻ ഭൂലോകം വരെ എത്തി. നിമിഷങ്ങൾ പിന്നിട്ടപ്പോൾ ആനന്ദചിത്തനായി ആചാര്യൻ പറഞ്ഞു, കേശവ, സുപ്രധാനം ഒരു കാര്യം അറിയിക്കുവാൻ കൂടിയാണ് ഞാനിപ്പോ ഇതിലൂടെ വന്നത്. എന്താത്? തീർത്ഥയാത്രാ സഞ്ചാരത്തിൽ എന്നോടൊപ്പം സാന്ദീപനിയും ഉണ്ടായിരുന്നു. ഞാൻ മധുരക്ക് മടങ്ങുന്നെന്നറിഞ്ഞപ്പോൾ മഹർഷി നിന്നെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു. ഒരു ശിഷ്യന് വന്നു കാണുന്നത് ഭൗതിക ഭാവത്തിൽ നിന്ദ്യമാണ്. പക്ഷേ
നീ എന്നെങ്കിലും വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ അതുവഴി ചെന്നാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണകാര്യങ്ങളെ തിരക്കുള്ളവനാണല്ലോ നീ. ഞാൻ മോനേലും കൊണ്ട് കൊടുത്തതല്ലേ ഒരു ദക്ഷിണയായിട്ട്. അല്ല, വന്ന് കാണുന്നത് ലോകമര്യാദയല്ല എന്നാ പറയുന്നത്. ഗർഗന്റെ വാക്കുകൾ കേട്ട് ആനന്ദത്തോടെ കേശവൻ പറഞ്ഞു, ആചാര്യ, കാലം എന്നും നാം അറിയാതെ മുൻപേ സഞ്ചരിക്കും. അവസ്ഥകൾ അറിയും, ശ്രവിക്കും, ദർശിക്കും, പുത്തൻ കർമ്മങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ഞാൻ കർമ്മസാക്ഷിയാണ്. നാളെ തന്നെ ഗുരുവിനെ കാണുവാൻ ആശ്രമത്തിലേക്ക് പോകാം. വാക്കുകൾ സാർത്ഥകമാവട്ടെ. അതാണ് ഉണ്ണി. എന്തൊരു കാര്യമായിട്ട് ഒരാൾ പറഞ്ഞാൽ അത് അപ്പൊ തന്നെ സ്വീകരിക്കുകയും ചെയ്യും, അത് ചെയ്യുകയും ചെയ്യും. ആധ്യാത്മിക വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം ആചാര്യൻ ആനന്ദത്തോടെ മടങ്ങി. പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ ഏതാനും ബാലന്മാരോടൊന്നിച്ച് കേശവൻ സാന്ദീപനിയുടെ ആശ്രമത്തിലേക്ക് തിരിച്ചു. കുറച്ചു കുട്ടികളെയും കൂട്ടി അങ്ങനെയാ പോകുന്നത്. തേരിൽ പോകുവാൻ വസുദേവൻ ഉഗ്രസേന മഹാരാജ നിർബന്ധിച്ചു. പക്ഷേ ഭഗവാൻ പുഞ്ചിരി കൊണ്ട് പറഞ്ഞു, നടന്നു പോകുന്നത് തന്നെയല്ല നല്ലത്. ജനങ്ങളെ കാണാം, അവരുടെ സുഖദുഃഖങ്ങൾ പങ്കുചേരാം, പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം. അതിനൊക്കെ നടന്നു പോകുന്നതല്ലേ നല്ലത്. കേശവന്റെ വാക്കുകൾക്ക് ആരും എതിര് പറഞ്ഞില്ല. അത് പതിവില്ല. ഇനി എന്ത് പറഞ്ഞാലും അത് അനുസരിക്കാൻ മാത്രമേ കാര്യമുള്ളൂ. അതിനൊരു എതിര് പറയുന്ന ആള് ഇന്ന് വരെ അവിടെ ഉണ്ടായിട്ടില്ല. മാധവന്റെ ഓരോ ചലനവും അർത്ഥപൂർണമാണെന്ന് എല്ലാവർക്കും അറിയാം. കൃഷ്ണനും സുഹൃത്തുക്കളും മധുരയുടെ തെരുവീതിയിലൂടെ അങ്ങനെ നടന്നു. പീതാംബരൻ ചാർത്തി മയിൽപ്പീലി ചൂടി പുഞ്ചിരിക്കുന്ന മുഖവുമായി നടന്നു വരുന്ന ശ്യാമവർണ്ണനെ കാണുവാൻ ജനങ്ങൾ ഒത്തുകൂടി. അതാ വലിയ എന്താ പറയാ, മഹാപ്രഭു അല്ലേ. അങ്ങനെയുള്ള ആളെ ഇപ്പൊ ഒരു എഴുന്നള്ളത്ത്, ക്ഷേത്രത്തിൽ പോയി ഒരു എഴുന്നള്ളത്ത് വരുന്നുണ്ടെന്ന് കണ്ടാൽ എന്തോരാഹ്ലാദായിരിക്കും. അതുമാതിരിയാണ് ജനങ്ങൾക്ക്. ചിലർ മാധവന്റെ പിന്നാലെ കൂടി, മറ്റു ചിലർ മാധവന് പ്രിയമുള്ള ആഹാരങ്ങളുമായി കാത്തു നിന്നു. എല്ലാവരിലും ആഹ്ലാദം ഉണർത്തിക്കൊണ്ട് മാധവൻ നടന്നു. മമതയുള്ള നയനങ്ങൾ ജനങ്ങളിൽ ഹൃദ്യമായ വശ്യത പറഞ്ഞു. എല്ലാ ഇരുഭാഗത്തും ഇങ്ങനെ നോക്കിക്കൊണ്ടും കൈവീശിക്കൊണ്ടും സന്തോഷത്തോടു കൂടിയാണ് ഉണ്ണിയും കൂട്ടുകാരും നീങ്ങുന്നത്. എല്ലാവരിലും ശാന്തി വളർന്നു. നഗരവാസികൾ നൽകിയ സമ്മാനങ്ങൾ സ്വീകരിച്ചും അവരോട് കുശലമോദിയും കണ്ണ മുമ്പോട്ടിങ്ങനെ നടന്നു. കംസൻ എന്ന ഭീകര ചക്രവർത്തിയെ നിസ്സാരമായി കൊന്ന ബാലന് ജനങ്ങൾ കൺമുന്നിൽ കാണുകയായിരുന്നു. ആ ശരീരത്തിൽ സ്പർശിക്കുവാൻ ചിലർ കൊതിച്ചു. കൃഷ്ണന്റെ പിമ്പേ നിഴൽ പോലെ സഞ്ചരിക്കുവാനാണ് ചിലർക്ക് മോഹം. പ്രിയം പറഞ്ഞ് കണ്ണന് വെണ്ണ പകർന്നു നൽകുവാനാണ് ചിലർക്ക് ആഗ്രഹം. ഓരോരൊക്കെ ഓരോരോ ആഗ്രഹം, അങ്ങനെയല്ലേ. എല്ലാം മനസ്സിലാക്കി എല്ലാവരുടെയും ഇഷ്ടം നടത്തി കണ്ണൻ ആശ്രമത്തിലേക്ക് നടന്നു. വെണ്ണപാത്രം കൊണ്ടുവന്നവര് ഒരു വിരലുകൊണ്ട് കുറച്ചെടുത്തു. കൂടെ വരുന്നവരെ സ്വീകരിച്ചു നടന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വൃന്ദാവനത്തിന് കുളിര് നൽകിയതിനു ശേഷം ബലരാമനും സാന്ദീപനിയുടെ ആശ്രമം വഴിക്ക് മധുരയിലേക്ക് പോകാൻ തീരുമാനിച്ചു രണ്ടുപേരും. അപ്പൊ ബലരാമൻ കേശവൻ ഏതാണ്ട് ഒരേ സമയത്താണ് സാന്ദീപനിയുടെ ഉടജാങ്കണത്തിൽ എത്തിയത്. ഒന്നിച്ചല്ലേ പോകുന്നത്, പിന്നെന്തേ. രാമകൃഷ്ണന്മാരെ കണ്ടിട്ട് ശിഷ്യന്മാർ ഗുരുവിനെ പേരറിയിച്ചു. പ്രഭു, ഗുരുനാഥ വന്നിട്ടുണ്ട്. സാന്ദീപനിയുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു. സാത്വികമായ ആനന്ദം ബാഷ്പധാരയെ നയനങ്ങളിൽ നിന്നും പ്രവഹിച്ചു. മഹർഷി ശിഷ്യന്മാരോടൊപ്പം പുറത്തേക്ക് എഴുന്നള്ളും മുമ്പ് രാമനും കൃഷ്ണനും ആശ്രമത്തിനകത്തേക്ക് ചെന്നു. ആചാര്യന്റെ പാദങ്ങൾ സാഷ്ടാംഗം നമസ്കരിച്ചു. സാന്ദീപിന് രണ്ടുപേരെയും മന്ദം ഉയർത്തി അവരൊന്നിച്ചു തന്നെ ആലിംഗനം ചെയ്തു. സമുദ്രത്തിന്റെ വിരിമാറിൽ അമർന്നുപോയ മകനെ അന്വേഷിച്ചു കണ്ടെത്തിയ രാമകൃഷ്ണന്മാരെ എങ്ങനെ സ്വീകരിക്കണമെന്നറിയാതെ ഗുരു കുഴങ്ങി. വാക്കുകൾ തൊണ്ടയിൽ തടഞ്ഞു. സാന്ദീപന് രണ്ടുപേരെയും അരികത്ത് ചേർത്തിരുത്തി. എന്നിട്ട് പറഞ്ഞു, എന്താണ് പറയുന്നത് സാന്ദീപന് കുട്ടികളോട് നമുക്ക് നോക്കാലോ.
പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ കണ്ടതുകൊണ്ട് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ആഹ്ലാദം വാക്കിൽ ഒതുക്കി പറയുവാനാവുകയില്ല. നിങ്ങളോട് ഈ വൃദ്ധനൊരു അപേക്ഷയുണ്ട് മക്കളെ. വസന്തകാലമാണിത്. ഈ ആശ്രമത്തിൽ ഏതാനും നാളുകൾ താമസിച്ചതിന് ശേഷമേ മധുരക്ക് പോകാവൂ. അതാ പറഞ്ഞത്. നിങ്ങൾ ഈ ആചാര്യന്റെ ആഗ്രഹം സാധിച്ചു തരികയില്ലേ? ഒന്ന് വന്നിട്ട് കണ്ടിട്ട് പോകാൻ വന്നതാണ്. ഇപ്പൊ ഇങ്ങനെയാ പറയുന്നത്. അപ്പൊ കേശവൻ പറഞ്ഞു, ഗുരുദേവ, അങ്ങയുടെ അഭിമതത്തിന് ഈ ശിഷ്യന്മാർ എതിരേൽക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഞങ്ങൾ അല്പനാൾ ഈ ശ്രമപ്രധാനമായ ആശ്രമത്തിൽ വിശ്രമിച്ചതിന് ശേഷമേ പോകുന്നുള്ളൂ. ഞങ്ങളിവിടെ താമസിക്കുക തന്നെ ചെയ്യുന്നു പറഞ്ഞു. അപ്പോ ഒന്നും പറയണ്ട, ഗുരുവിന്റെ വദനം സന്തോഷം കൊണ്ട് മുഖം അങ്ങനെ തിളങ്ങി, അകത്തളം വിളങ്ങി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഉദയാർക്കനെ പോലെ തിളങ്ങുന്ന രാമകൃഷ്ണന്മാർ ആചാര്യ നികടത്തിലിരുന്ന് അദ്വൈതാമൃതവാണി ശ്രവിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇങ്ങനെ പറയുന്നത്, ക്ലാസ് എടുക്കുന്നത് മാതിരി പ്രഭാഷണം പോലെയുള്ളത്, ഇങ്ങനെ പ്രഭാഷണം തന്നെ. അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇങ്ങനെ കേൾക്കുകയാണ് കുട്ടികൾ. ആ സമയത്ത് അന്ന് മഹർഷിയുടെ ആശ്രമത്തിലേക്ക് 2 സ്ത്രീകൾ കടന്നു വന്നു. സുന്ദരികളായിരുന്നു അവർ. ഉഷത്തിലെ സുഷമ പോലെ നിത്യഭാവമാർന്നവരാണ് അവര്. പ്രായത്തിലും ഭാവത്തിലും ഏതാണ്ട് തുല്യതയാർന്ന കന്യകമാരാണ് അവര്. ബലരാമൻ രണ്ടുപേരെയും ശ്രദ്ധിച്ചു. എങ്കിലും പിന്നാലെ വന്ന യുവതിയിലാണ് അദ്ദേഹത്തിന്റെ നയനം ഏറെ നേരം തറഞ്ഞു നിന്നത്. അതാ ആരാത്? നമുക്ക് ഏകദേശം മനസ്സിലായില്ലേ ഇപ്പൊ തന്നെ. ആശ്രമദ്വാരത്തിൽ അറച്ചിരുന്ന യുവതികളോട് സാന്ദീപനെ പറഞ്ഞു, വരൂ, അമാനുഷ പ്രഭവരായ 2 അതിഥികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സാന്ദീപന് രാമകൃഷ്ണന്മാരെ നോക്കി പറഞ്ഞു, ഈ കന്യകകളെ നിങ്ങൾ അറിയുകയില്ല. മുന്നിൽ വരുന്ന യുവതി ശ്വേതകേതുവിന്റെ സഹോദരിയാണ്. പേര് വാസന്തിക. ക്ഷേമുഷിയുള്ളവളും വിദുഷിയുമാണവൾ. സഹോദരനെ പോലും തർക്കത്തിൽ അവൾ തോൽപ്പിച്ചു. അദ്വൈതം അമൃതാക്കിയവളാണവൾ. ആര്? ശ്വേതകേതുവിന്റെ അനുജത്തി വാസന്തിക എന്നാ പേര്. തൊട്ടുപുറകെ വരുന്ന കന്യക രേവതിയാണ്. സാധാരണ സ്ത്രീകൾക്ക് അലഭ്യമായ സാമർഥ്യം ഗദായുദ്ധത്തിൽ അവൾക്കുണ്ട്. കുതിരസവാരി നന്ന വശമുണ്ട്. രേവതിയുടെ ഗുണങ്ങൾ ഓതിയപ്പോൾ ഗുരു ബലരാമനെ നോക്കി. ശ്രീരധ്വൻ അപ്പോഴും രേവതിയെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അതാണ് എത്തേണ്ടടുത്തേ കണ്ണെത്തൂലു, അല്ലാതെ ചാബല്യൊന്നും കാണിക്കുന്ന കണ്ണല്ല അവരുടേത്. അലൗകികമായ ഒരു സുഷമാവിശേഷം ആ കന്യകയിലുണ്ടെന്ന് ബലരാമന് തോന്നുക തന്നെ ചെയ്തു. വാസന്തികയും രേവതിയും ഗുരുവിനെ വന്ദിച്ചു. ഗുരു പറഞ്ഞു, ഈ ഇരിക്കുന്ന കുമാരന്മാരെ നിങ്ങൾക്ക് പരിചയമുണ്ടാവില്ല. നീലവസ്ത്രങ്ങൾ ധരിച്ച് അരുണപ്രഭനായി മിന്നുന്ന ആ കുമാരൻ ബലരാമൻ. ഇന്ദ്രനീലവർണ്ണത്തോടെ പീതാംബരം ധരിച്ചിരിക്കുന്ന ഈ കുമാരൻ കൃഷ്ണൻ. വസുദേവപുത്രന്മാരാണ് 2 പേരും. കംസനെ കൊന്ന് മധുര യാദവർക്ക് നൽകിയ വീരന്മാരാണ് ഇവരെ. ജരാസന്ധനെ 18 പ്രാവശ്യം പരാജയപ്പെടുത്തിയ അസുലഭ പ്രഭാവമുള്ളവരാണിവർ. ബലരാമനാണ് ജ്യേഷ്ഠൻ. 2 പേരും ദ്വയമൂർത്തികളായി ലോകരക്ഷണം നടത്തുന്നു. സമുദ്രത്തിന്റെ തിരയിൽ മറിഞ്ഞ എന്റെ മകനെ, പറയാതിരിക്കാൻ വയ്യ, ഗുരുവിനെ രക്ഷിച്ചു തന്നത് ഇവരാണ്. അസുവും വസുവും തന്ന് ഇവർ എനിക്ക് ആമോദമേകി. വാസനികയും രേവതിയും രാമകൃഷ്ണന്മാരെ വന്ദിച്ചു. രേവതിയുടെ നീഴ്മിഴുത്തുമ്പുകൾ അമ്പുകളായി വൻപുറ്റ ബലരാമന്റെ അന്തരംഗത്തിൽ അമർന്നത് കൃഷ്ണൻ കണ്ടു. അവിടെ പിന്നെ ഒന്നും കാണാതിരിക്കാൻ പറ്റൂലല്ലോ. ഗുരുവിന്റെ അനുജ്ഞയോട് കുമാരിമാർ ആശ്രമം വിട്ടു. അവർ പോയപ്പോൾ ത്രികാലജ്ഞാനിയായ മാധവൻ മായ കൊണ്ട് സത്യത്തെ മറച്ചിട്ട് ഗുരുവിനോട് ചോദിച്ചു. കള്ളൻ. എന്താ ചോദിക്കുന്നേ? ആചാര്യ, ജിജ്ഞാസ കൊണ്ട് ചോദിക്കുകയാണ്. ഒരു യുവതി ഗദായുദ്ധം അഭ്യസിക്കണമെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണം. രേവതിയുടെ വിദ്യാഭ്യാസത്തിന് പിന്നിൽ അങ്ങനെ വല്ല കഥയുമുണ്ടോ? എല്ലാം അറിയുന്നവനാണല്ലോ അങ്ങ് എന്ന് ഭഗവാൻ സാന്ദീപനോട് ചോദിച്ചു. അതിന്റെ ഉത്തരം സാന്ദീപന് ഇന്ന് പറയൂല, നാളെ പറയും. നാളെ നമുക്കത് കേൾക്കാം. എന്താ പറയണെന്ന് അറിയണ്ടേ നമുക്കും. അതുകൊണ്ട് ഇന്ന് നമുക്കെല്ലാം പാദത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസ്സേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവ കരോതിയത്തിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീഹരേ നമഃ.